ഹായ്, ഇന്നത്തെ കഥ കുറേ അസുരന്മാരെ പറ്റിയാണ്. അപ്പം അസുരനായ ശുംഭനും നിശുംഭനും 3 ലോകങ്ങളും കീഴടക്കി കഴിഞ്ഞപ്പം അവർ ദുർഗാദേവിയെ സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. ദുർഗാദേവി ഭയങ്കര സുന്ദരിയായിരുന്നു. അപ്പം ശുംഭന് ദേവിയെ വിവാഹം ചെയ്യണമെന്നുണ്ടായിരുന്നു. അന്ന് ശുംഭൻ്റെ ഒരു ദൂതനെ, സുഗ്രീവൻ എന്ന് പറഞ്ഞൊരു ആളെ ദേവിയുടെ അടുത്തേക്ക് ഈ മാരേജ് പ്രപ്പോസലുമായി വിട്ടു. അപ്പം സുഗ്രീവൻ ഇങ്ങനെ ശുംഭന് ദേവിയെ കല്യാണം കഴിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞ ഉടനെ ദേവി പൊട്ടിച്ചിരിച്ചു. ദേവി പറഞ്ഞു, കല്യാണം കഴിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തായിരുന്നു, എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ആളുടെ കൂടെ ഞാൻ വിവാഹം ചെയ്യും എന്ന് ദേവി ഇങ്ങനെ പറഞ്ഞു. അപ്പം സുഗ്രീവൻ ഉടനെ ഇത് ശുംഭനും നിശുംഭനുമായിട്ട് പറയാൻ വേണ്ടി പോയി. ഇത് കേട്ട ഉടനെ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പം അവർ അവരുടെ സേനാപതിയായ ധൂമ്രലോചനെ ദുർഗാദേവിയെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി അയച്ചു. ധൂമ്രലോചൻ അവിടെ എത്തിയിട്ട് ദേവിയോട് പറഞ്ഞു, നീ വേഗം വാ, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നേനെ എന്ന് പറഞ്ഞു. ദേവി ഒന്നും മിണ്ടിയില്ല. ദേവി ഒന്നിങ്ങനെ ശ്വാസം വലിച്ചു, ശ്വാസം വിട്ടു. അതിലൂടെ ധൂമ്രലോചൻ ഭസ്മമായി. ധൂമ്രലോചൻ മരിച്ചു എന്നറിഞ്ഞപ്പം ഇനി ശുംഭനും നിശുംഭൻ്റെയും ദേഷ്യം അങ്ങോട്ട് കൂടി. അപ്പം അവർ അടുത്ത സെറ്റ് ഓഫ് ശക്തരായ അസുരന്മാരെ വിടുക. അസുരന്മാരുടെ സേനയിലുള്ള ആൾക്കാരാണ് ചണ്ഡനും മുണ്ഡനും. അപ്പം അവരവിടെ പോയി ദേവിയെ പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പം ചണ്ഡനും മുണ്ഡനുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി ദുർഗാദേവി ഒരു വേറെ ദേവിയെ അവതരിപ്പിച്ചു. ആ ദേവിയായിരുന്നു കാളിദേവി. അപ്പം കാളിദേവി ഈ ചണ്ഡനെയും മുണ്ഡനെയും കൊന്ന് അവരുടെ തല ദുർഗാദേവിക്ക് സമർപ്പിച്ചു. അപ്പം കാളിദേവിയെ ചാമുണ്ടാന്നും വിളിക്കും. അത് ചണ്ഡനും മുണ്ഡനും കൊന്ന കാരണം ദേവിയുടെ പേര് ചാമുണ്ടാന്നും വന്നു. കൂടി അറിഞ്ഞപ്പം ശുംഭനും നിശുംഭനും നിൽക്കാൻ വയ്യ. അവർ സ്വയം ദുർഗാദേവിയെ നേരിടാൻ തീരുമാനിച്ചു. ദുർഗാദേവിയുടെ ഈ അസുരന്മാരായ ശുംഭനും നിശുംഭനുമായിട്ടുള്ള യുദ്ധം ദേവി മഹാത്മ്യത്തിൽ 3-4 ചാപ്റ്റേഴ്സായിട്ടാണ്. വലിയ യുദ്ധമാണ്. അപ്പം ദേവി യുദ്ധത്തിലാദ്യം നിശുംഭനെ കൊന്നു. ഇത് കണ്ടപ്പം ശുംഭന് സഹിക്കാൻ പറ്റിയില്ല. ശുംഭൻ ദേവിയോട് പറഞ്ഞു, ഇവരെ കൊല്ലാൻ വേണ്ടി ദേവി പല പല രൂപങ്ങൾ സൃഷ്ടിച്ചത് ശരിയല്ല. അപ്പം ദേവി പറഞ്ഞത്, ഇവരെല്ലാവരും എൻ്റെ തന്നെ അംശമാണ്. അപ്പം ദേവിയുടെ പല പല രൂപങ്ങൾ എല്ലാവരെയും ഒന്നാക്കി ആദിശക്തിയായി. എന്നിട്ട് ദേവി പറഞ്ഞു, നിന്നെ കൊല്ലാൻ ഞാൻ ഒരാൾ മാത്രം മതി എന്ന് പറഞ്ഞതും ദേവി ശുംഭനെ കൊന്നു. അപ്പം വീണ്ടും ദേവി അസുരന്മാരെ നിഗ്രഹിച്ച് ലോകത്തെ നന്മ സൃഷ്ടിച്ചു. അപ്പം എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.